വെൽക്കം ടു മൈ ചാനൽ മാസ്യൂൾ. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ലീനിയർ ഇക്വേഷൻസ്, അതായത് എക്സിൻ്റെ വിലകൾ കണ്ടുപിടിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ. ഈ രീതികളിൽ എല്ലാം നിങ്ങൾ മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ ഏത് ടൈപ്പിലുള്ള ഇക്വേഷൻ ആയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഓരോ തരത്തിൽ വരുമ്പം ഇവിടെ നമുക്ക് നോക്ക്, നിങ്ങളുടെ ഡിനോമിനേറ്റർ ഫ്രാക്ഷൻ ടൈപ്പ് ഉള്ളതുണ്ട്, ബ്രാക്കറ്റ് ടൈപ്പ് ഉള്ളതുണ്ട്, എക്സും ഒരു നമ്പർ വന്നതുണ്ട്, കൂട്ടല് കുറക്കല് സിംഗിൾ ആയിട്ട് വന്നിട്ടുള്ള പല ടൈപ്പ് ചോദ്യങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഓരോ ചോദ്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനും അതുമാതിരി മറ്റ് കാര്യങ്ങളിലും സ്കൂളിലത്തെ പഠിക്കുന്ന കാര്യങ്ങളിലും ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയും. നമുക്ക് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, ഫസ്റ്റ് ഞാൻ എഴുതിയത് x+4=10 എന്നാണ് അല്ലേ. x+4=10. ഇവിടെ നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം പറഞ്ഞുതരാം. ഒരു ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ചിഹ്നം ഉണ്ടാവും ഇവിടെ. എല്ലാ ചോദ്യത്തിലും കാണാം നിങ്ങൾക്ക് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ചിഹ്നം കാണും. അപ്പൊ ഈ ചിഹ്നത്തില് ഒരു ഭാഗത്ത് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ്, ഒരു ഭാഗത്ത് വേരിയബിൾ എക്സിനെ നിലനിർത്തുക, മറ്റേ ഭാഗത്ത് വെറും നമ്പർ, അതായത് ഓൺലി നമ്പേഴ്സ് മാത്രമാക്കിയിട്ട് ക്രമീകരിക്കുക. അതായത് ഇപ്പുറം ഉണ്ടാകുന്നത് എക്സ് വരുന്നതാണെങ്കിൽ അപ്പുറം ഉണ്ടാകുന്നത് വെറും സംഖ്യകൾ മാത്രമാക്കിയിട്ട് മാറ്റുക. ആദ്യം അത് എങ്ങനെയാണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ടു ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പുറം എക്സിന്റെ മാത്രം ഉണ്ടാവും, അപ്പുറം നമ്പർ മാത്രം ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പൊ എക്സിന്റെ കൂടെ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. x+4=10. നോക്ക്, ഇവിടെ ഈക്വൽ ടു കൂടെ എക്സിനെ കൂടാതെ ഒരു നമ്പർ കൂടി ഉണ്ട് അല്ലെ. ഈ നമ്പറിനെയാണ് ഇപ്പുറത്തേക്ക് മാറ്റേണ്ടത്. ഓക്കെ, വെറും നമ്പർ മാത്രമേ ഇപ്പുറം പാടുള്ളൂ. ഇപ്പുറം വെറും എക്സുകൾ മാത്രം വരുന്നത് ഇപ്പുറം വേണം. ഓക്കെ, ഓൺലി, ഞാൻ ഓൺലി എന്ന് എഴുതാം. ഓൺലി വേരിയബിൾ അല്ലെ, ടേം ഓഫ് എക്സ് മാത്രം ഇവിടെ ഉണ്ടാവണം. അപ്പൊ ഈ +4 എന്ന് പറയുന്നത് നമ്മുടെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് മാറ്റണം. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് മാറ്റാൻ x+4ന്റെ കൂടെ ഒരു നെഗറ്റീവ് -4 കൂട്ടുക, അതേപോലെ 10ന്റെ കൂടെയും ഒരു -4 കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേരുമ്പോൾ 0 ആവും. x+0 ആവും. ഇത് 10 -4 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 6 എന്ന് കിട്ടും. അപ്പൊ x = 6 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ശരിയായ പ്രോസസ്സ് വരുന്നത്. എക്സിന്റെ വില 6, 6 4 10. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സമയം നഷ്ടപ്പെടും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിലെന്താണ് മാറ്റം വരുന്നത് നമുക്ക് നോക്കാം. എക്സ് എന്ന് പറയുന്നത് മാത്രമല്ലേ ഈ ഭാഗത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ എക്സ് മാത്രം, എക്സിന്റെ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഈ +4 അപ്പുറത്തേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം അപ്പുറത്തുള്ളത് എഴുതുക, ശ്രദ്ധിക്കുക. ഫസ്റ്റില് അപ്പുറത്തുള്ളത് എഴുതുക, ശ്രദ്ധിക്കുക. ഫസ്റ്റിൽ അപ്പുറത്തുള്ളത് എഴുതുക. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. പിന്നെ അതിനുശേഷം ഈ +4നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് -4 ആയിട്ട് മാറും. അതൊന്ന് ഓർമ്മിക്കുക. നേരത്തെ അപ്പുറം കണ്ടതിന് ശരിയായ വഴിയാണ് നേരത്തെ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി. ഈ ചിഹ്നം മാറുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ, ഇതിന്റെ എതിർ ക്രിയയാണ് വരിക. അപ്പൊ 10 4 പോയാൽ എത്ര? 6. അപ്പൊ എത്ര സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഈ രീതി ഒന്ന് പഠിക്കുക. എന്താ പഠിക്കേണ്ടത്? സമത്തിന്റെ ഇടതുഭാഗത്ത് എക്സിന്റെ മാത്രമേ പാടുള്ളൂ, കൂടെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഇതിന്റെ എതിർ ക്രിയയാണ് അപ്പുറത്തേക്ക് വരിക. ആദ്യം ഇത് എഴുതിയതിനു ശേഷം മാത്രമേ ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സോൾവ് ചെയ്യുന്നു. ഇതേമാതിരി നമുക്ക് രണ്ടാമത്തേലേക്ക് പോയിക്കോളാം. ഇതിവിടെ നിൽക്കട്ടെ. ഇതാ നോക്ക്, എക്സ് കുറക്കണം 2 = 9. എക്സിന്റെ കൂടെ ഈ 2 ഉണ്ട്. അപ്പൊ എക്സിനെ മാത്രമാക്കിയിട്ട് അവിടെ നിർത്തി. ആദ്യം അപ്പുറമുള്ളത് എഴുതണം 9. പിന്നെ ഈ -2 ഇപ്പുറത്തേക്ക് വേണ്ടത്. ഇതിന്റെ എതിർ ക്രിയയാണ് വേണ്ടത്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്രിയ. മൈനസിന്റെ ഓപ്പോസിറ്റ് എന്താ? പ്ലസ്. ഇത് മാറിക്കണ്ട, നമ്പർ അങ്ങനെ എഴുതാം. അപ്പൊ എക്സ് നമുക്ക് എത്ര കിട്ടി? 9 2 11. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഇത് മനസ്സിലായിട്ടുള്ള കുട്ടികൾക്ക് ഞാൻ ഇത് തരാം. x+7 = 11, x - 8 = 10. ഇത് രണ്ടും നിങ്ങൾ ഹോംവർക്ക് ആക്കിയിട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ആൻസറിൽ കമന്റിൽ ആൻസർ ചെയ്യുക. ഈ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തതും രണ്ടാമത്തതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തത് എന്താണ്? വേറൊരു ടൈപ്പാണ്. നോക്കിക്കോളൂ,
3x + 2 = 14. അപ്പൊ നേരത്തെ പറഞ്ഞത് എന്താ, എക്സിന്റെ മുമ്പിൽ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലെ, ഒരു 1 എന്ന് പറയുന്നത് വേറെ ഒരു നമ്പറുകൾ കാണുന്നില്ല, എക്സിന്റെ മുമ്പിൽ വേറൊരു നമ്പർ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ 3 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞത് എന്താ, ഈക്വൽ ടുന്റെ ഇപ്പുറം വരുന്നത് എക്സ് മാത്രം, വലതു ഭാഗത്ത് വരുന്നത് നമ്പറുകൾ മാത്രം, ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോ ഈ 14 ധൈര്യത്തായിട്ട് ഇവിടെ എഴുതാം അല്ലെ, കാരണം 14 അവിടെ വേണമല്ലോ. പിന്നെ ചെയ്യേണ്ടത് എന്താ, എക്സിന്റെ കൂടെ 2 നമ്പർ ഉണ്ട്, ഒന്ന് 3 എന്നുള്ള നമ്പർ ഉണ്ട്, ഒന്ന് 2 എന്നുള്ള നമ്പർ ഉണ്ട്. അപ്പൊ ഏത് നമ്പറിനെയാണ് ആദ്യം അപ്പുറത്തേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധിക്കുക, 3x എന്ന് പറയുമ്പോൾ എക്സിന്റെ കൂടെ തന്നെയല്ലേ 3 ഉള്ളത്. അപ്പൊ അത് അങ്ങനെ നിർത്തുക, 3x എന്നിട്ട് ഇതിന്റെ തൊട്ടിട്ട് എടുക്കലേ 3x 3 × x തൊട്ടിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിനെ തൽക്കാലം അവിടെ നിർത്തിയിട്ട് ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇത് അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, -2. അപ്പൊ നമുക്ക് കിട്ടും 3x = 14 2 പോയാൽ 12. പക്ഷേ നമുക്ക് ആരാ, ഈ 3നെ പറ്റൂല, ഒരു x മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ഈ എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോ എന്റെ കുട്ടികൾ അറിയേണ്ട ഒരു കാര്യം, 3x എന്ന് പറഞ്ഞാൽ 3 × x എന്നാണ്. അതായത് 3 × x എന്നാണ് 12ന്റെ അർത്ഥം. അപ്പോൾ ഈ 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ x 3 തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്, ഇൻറ്റു ബന്ധമാണുള്ളത്. ഈ ഇൻറ്റു പറയുന്ന ഗുണനം എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ക്രിയയാണ് വേണ്ടത്. അപ്പൊ ഗുണനത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഹരണം, ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷന്റെ ഓപ്പോസിറ്റ് ഡിവിഷൻ. എത്ര ഡിവിഷൻ, 3 ഡിവിഷൻ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, എക്സ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, ഇതിങ്ങനെ മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടും എക്സ് = 12 ഹരിക്കണം 3. 12 3 കൊണ്ട് വെച്ച് നമുക്കറിയാം 4 3 അല്ലേ 12. ഓക്കെ, അപ്പൊ ആൻസർ നമുക്ക് 4 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. 3 × x 12 ആകുമ്പോൾ x = 12 ഡിവൈഡഡ് ബൈ 3. 12 ഡിവൈഡഡ് ബൈ 3 4 വരേണ്ട കാരണം എന്താ കാരണം 4 × 3 ആണ് 12. 4 × 3 12 ആകുമ്പോൾ 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 3 ആണ്. 12 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ആ രീതി അറിഞ്ഞു കഴിഞ്ഞാൽ x = നമുക്ക് എത്ര കിട്ടി, 4 എന്ന് കിട്ടി. ഓക്കെ, എക്സിന്റെ കൂടെ ഇല്ല ആള് എന്ത് ചെയ്യണം, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5x - 1 = 29. 5x - 1 = 29. അപ്പോ ആരാദ്യം കൊണ്ടുപോകണം, 5നെ കൊണ്ടുപോകണോ 1നെ കൊണ്ടുപോകണോ? 5 തൊട്ടിട്ടില്ലേ ഉള്ളത്, അപ്പൊ തൊട്ടിട്ടുള്ളത് രണ്ടാമത് കൊണ്ടുപോയാൽ മതി. ആദ്യം ഇത് അപ്പുറത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ 5x എഴുതുക = 29 അവിടെ എഴുതണമല്ലോ. അതിനുശേഷം ഈ മൈനസിന്റെ എതിർക്രിയ എന്താ വരിക, +1. ശ്രദ്ധിക്കണേ, മൈനസിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ചിഹ്നം മാറും, മൈനസ് എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. 29 കൂട്ടണം 1. അപ്പൊ 29 1 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 30. അപ്പൊ 5x = 30 കിട്ടും. അപ്പൊ ഇനി ആർക്ക് മാറ്റണം, 5നെ മാറ്റുക. 5x എന്താ അർത്ഥം, 5 × x എന്നാണ്. 5 ഇൻറ്റു അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവുക, ഡിവൈഡഡ് ബൈ ആവും. അപ്പൊ എന്ത് കിട്ടും, ആദ്യം അപ്പുറമുള്ള 30 എഴുതുക, ഡിവൈഡഡ് ബൈ 5. ആ ഡിവൈഡഡ് ബൈ 5 എന്നുള്ളത് എങ്ങനെ എഴുതാം, 30/5 എന്ന് എഴുതാം. 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക്, അല്ലെങ്കിൽ ഡിവൈഡ് ബൈ ചിഹ്നത്തിൽ എഴുതിയാൽ മതി. 30നെ 5 കൊണ്ട് വെച്ചാൽ നമുക്ക് 6 എന്ന് കിട്ടും. 6 5 30 അല്ലേ, 6 5 അല്ലേ 30. അതുകൊണ്ട് നമുക്ക് എത്ര കിട്ടും, 30/5 = 6. ഓക്കെ ആണല്ലോ. ഓക്കെ, ശരി. അങ്ങനെയാണ് എങ്കിൽ നമ്മൾക്ക് 2 ഹോംവർക്ക് നമുക്ക് ചെയ്യാം. 4x + 3 = 23. 5x - 1 = 14. ഓക്കെ, ഈ രണ്ടെണ്ണം നിങ്ങൾ ചെയ്യാം. എന്നിട്ട് കമന്റ് ബോക്സിൽ അതിന്റെ ആൻസർ എഴുതുക. എടുക്കലാവണേ. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിൽ കടക്കുകയാണ്. അടുത്ത ചോദിച്ചിട്ട് കണ്ടോ നിങ്ങൾ, 4 × x + 2 ബ്രാക്കറ്റ് ഉണ്ട് = 2x + 14. ഇങ്ങനെയൊന്നും കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബ്രാക്കറ്റ് കളയാം. ഇതിന്റെ ബ്രാക്കറ്റ് കളയുമ്പോൾ എന്താ കിട്ടുക, 4x. ശ്രദ്ധിക്കണം, 4നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് ഇവിടെ പ്ലസ് ഉണ്ടായിട്ട് പ്ലസ് 4 × 2 ശ്രദ്ധിക്കേ 4 × 2 നമുക്ക് എത്ര കിട്ടും 8 ഈക്വൽ ടു നോക്കിയേ 2x + 14. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ബ്രാക്കറ്റ് കളഞ്ഞു. നേരത്തെ ഈ പറഞ്ഞ കണക്കിനൊന്നും ബ്രാക്കറ്റ് ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ ബ്രാക്കറ്റിന്റെ വന്നു. അപ്പൊ ആ ബ്രാക്കറ്റ് കളഞ്ഞിട്ട് ഇപ്പൊ ഇതേമാതിരി മോഡലിലേക്ക് മാറ്റി. ഇവിടെയുള്ളൊരു പ്രത്യേകത നിങ്ങൾ കണ്ടേ, എക്സിനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണം. വേരിയബിൾ എക്സ് ഒരു ഭാഗത്ത്, നമ്പർ മാത്രം മറുഭാഗത്ത്. അപ്പൊ നമുക്ക് ചെയ്യുന്നത് എന്താ, ഇവിടെ നോക്കൂ. അപ്പൊ ഈ 8 എവിടെ പോകണം, അപ്പുറത്തേക്ക് പോകണം, ഉറപ്പാണല്ലോ. അപ്പൊ നമുക്ക് എഴുതാം 4x ഈക്വൽ ടു അപ്പുറമുള്ള 2x + 14 അത് എഴുതി. ഈ +8 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും -8. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ നമുക്ക് കിട്ടും, ഇങ്ങനെ കിട്ടും 2x 14 8 പോയാൽ 6. അപ്പൊ 2x + 6 കറക്റ്റ് അല്ലേ. അപ്പൊ 4x = 2x + 6. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവിടെയും 2x ഉണ്ട്, ഇവിടെയും x ടേം ഉണ്ട്. ഒരു ഭാഗത്തേക്ക് എടുക്കണം. ആ ഒരു ഭാഗത്തേക്ക് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, തെറ്റാതിരിക്കാൻ. ചെറിയ എക്സുകൾ ഉള്ളതിനാ ഇപ്പുറത്തേക്ക് എടുക്കുക. ഓക്കെ, വലിയവൻ കാരണവരല്ലേ, വലിയ ആളല്ലേ, അതവിടെ നിർത്തിയിട്ട് ചെറുതിനെ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും 4x. ശ്രദ്ധിച്ചേ, ഇതിനെ ഇങ്ങോട്ട് എടുക്കുന്നു. ഇതിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അതിന്റെ ചിഹ്നം മാറും. ഇത് +2x അല്ലേ വരുന്നത്, +2x അല്ലേ. അപ്പൊ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും -2x ഇപ്പുറം ആര് മാത്രം 6 മാത്രമേ ഉള്ളൂ. +6 അല്ലെങ്കിൽ 6. ഓക്കെ, 4x 2x പോയാൽ എത്ര വരും 2x = 6. കറക്റ്റ് അല്ലേ. 2x = 6. നമുക്ക് ആരെ വേണം, എക്സിനെ മാത്രമേ വേണ്ടൂ. അപ്പൊ 2xന്റെ അർത്ഥം എന്താ, 2 × x എന്നാണ് 6 വരുന്നത്. അപ്പൊ എക്സിനെ കണ്ടുപിടിക്കാൻ ഈ ഇൻഡ്യൂന്നിൽ ചിഹ്നം ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവുക ഡിവൈഡഡ് ബൈ. അപ്പൊ ആദ്യം അപ്പുറമുള്ളത് എഴുതി ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ബൈ എന്ന് എഴുതുക. എത്ര എഴുതാം 2, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ബൈ എന്ന് എഴുതി 2. 6/2 നമുക്ക് എത്ര കിട്ടി, നമുക്ക് 3 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 2x ഇങ്ങോട്ട് എടുക്കാനുള്ള കാരണം? ഒരു ഭാഗത്തെ എക്സിന്റെ ടേം മാത്രമേ പാടുള്ളൂ എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഇങ്ങോട്ട് എടുക്കണോ ഇതിനെ അങ്ങോട്ട് എടുക്കണോ എന്നൊരു ഡൗട്ടേ ഉള്ളൂ. അപ്പൊ ചെറുതിനെ കൂടുതൽ വലുതിന്റെ ഭാഗത്തേക്ക് എടുക്കുക. അപ്പൊ അതിന്റെ പ്ലസ്, വെറും 2x എന്ന് പറഞ്ഞാൽ +2x എന്നാണ് മീനിങ്. അതുകൊണ്ടാണ് ഇത് -2x ആയത്. ഓക്കെ, നല്ലതായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ബ്രാക്കറ്റ് ആദ്യം കളയുന്നൊക്കെ കൃത്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രോബ്ലം തരാം. നോക്കൂ, 5 നമുക്ക് ഇതാ 5 × x - 4 സമം 3x - 10. 3x - 10. ഓക്കെ, 5x - 4 സമം 3x - 10. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ബ്രാക്കറ്റ് കളിയാം. അപ്പൊ നമുക്ക് 5x - 20 എന്ന് കിട്ടും. 5നെ x കൊണ്ട് 5നെ 4 കൊണ്ട് ഗുണിക്കണേ, 2 കൊണ്ട് ഗുണിക്കണം. 5x - 20 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പുറം 5x ഉണ്ടാവും, ഇപ്പുറം 3x ആയിട്ട് 3x ഇങ്ങോട്ട് എടുക്കുക. ഈ -20നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം, അപ്പുറത്തേക്ക്. അതായത് +20 ആണ്. അപ്പൊ 20 10 കുറച്ച് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഐഡിയ മനസ്സിലായില്ലേ? ഓക്കെ, കൃത്യമായി ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2/3 നോക്ക് 2/3 x - 1 +3 = 30. ഓക്കെ, 2/3 എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇവിടെ മാത്രം 2/3 ഉണ്ട്, ഇവിടെ +3 ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ +3നെ അപ്പുറത്തേക്ക് കൊണ്ടാവാലോ. അപ്പൊ നമുക്ക് കിട്ടും 2/3 x - 1 സമം 13 - 3. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോയത്? നോക്ക്, എക്സിന്റെ ഒരു ടേം ഇപ്പോഴുണ്ട്, ആകെ എന്തെങ്കിലും ആയിട്ട്, പിന്നെ ഒരു +3 ഉണ്ട്. നമ്പർ അപ്പുറത്തേക്കല്ലേ കൊണ്ടുപോകേണ്ടത്. 13 - 3 പറഞ്ഞാൽ എത്ര 10. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടി 2/3 x - 1 സമം 10 കിട്ടി. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല.
ഈ 2/3 പറഞ്ഞാൽ എന്താ അർത്ഥം? 2/3 എന്ന് പറഞ്ഞാല് 2 ഹരിക്കണം 3 എന്നല്ലേ അർത്ഥം. അപ്പൊ ഈ ഹരിക്കണം 3 എന്ന് പറയുന്നത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഗുണിക്കണം 3 ആയിട്ട് വരും. ഓക്കെ, അതായത് 2 ഇൻറ്റു, ഇതിനെ വേണം നമുക്ക് ഇങ്ങനെ എഴുതാം, 2 ഇൻറ്റു x - 1/3 എഴുതാം. ഇതിനെ വേണമെങ്കിൽ അത് രണ്ട് സെയിം ആണ്, ഈക്വൽ ടു 10. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ. അപ്പൊ ഈ ഹരിക്കണം 3 എന്നുള്ളത് /3 പറഞ്ഞാൽ ഹരിക്കണം 3 ആണ്. ഇത് 2 ഇൻറ്റു എന്നുള്ളത് 2, ഇത് ഹരിക്കണം എന്നാണ്, ഡിവൈഡഡ് ബൈ ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവുക? ഡിവൈഡഡ് ബൈ എന്ന് പറയുന്ന സാധനം ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഞാൻ മാറ്റി എഴുതാം. എന്ത് കിട്ടും? 2 ഇൻറ്റു ബ്രാക്കറ്റിൽ x - 1 സമം 10 ഇൻറ്റു 3. ഡൗട്ട് ഇല്ലല്ലോ, /3 ആയതുകൊണ്ടാണ് ഇൻറ്റു ആയിട്ട് മാറിയത് കേട്ടോ. അപ്പോൾ ഇത് ബ്രാക്കറ്റ് കളയാം. 2x - 2 സമം 30. ഡൗട്ട് ഒന്നുമില്ലല്ലോ. 2x 2 1 2, ഈ മൈനസ് ആയിട്ട് ഇവിടെ മൈനസ്. ഓക്കെ, അപ്പോൾ 2x മാത്രം നിർത്തുക, 30 അപ്പുറത്തേക്ക് എടുക്കുക, -2 അപ്പുറത്തേക്ക് പോകുമ്പോൾ +2 സമത്ര 32. അപ്പൊ 2x 32 ആയി. അപ്പൊ ആദ്യം ഈ -2 കൊണ്ടുപോകും കേട്ടോ, പിന്നെ ഈ 2 കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പൊ 2x സമം 32. അപ്പൊ x സമം എത്ര കിട്ടും? 32/2. 32/2 വരേണ്ട കാരണം 2x എന്ന് പറഞ്ഞ അർത്ഥം 2 ഇൻറ്റു x എന്നാണ്. അപ്പൊ ഇൻറ്റു x എന്ന് പറയുന്നത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? /2 ആവും. ഇൻറ്റു എന്നുള്ളത് ഹരിക്കണം എന്നാവും. ഓക്കെ, 32 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും 16. 32 പകുതി അല്ലേ, 2 കൊണ്ട് ഹരിക്കുക പറഞ്ഞ അർത്ഥം പകുതി കാണുന്നതാണ്. എക്സിന്റെ വില കിട്ടി 16 എന്ന് പറയുന്നത് കിട്ടി. ശ്രദ്ധിക്കുക, ഇവിടെ /3 ആണ്, അതിനെ /3 എന്ന് എഴുതി. എന്നിട്ട് ഈ നമ്പറിനെ മാത്രം അപ്പുറത്തേക്ക് ആദ്യം കൊണ്ടുപോയി /3 എഴുതി. 3 ഹരിക്കണം എന്നായതുകൊണ്ട് അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഗുണിക്കണം എന്നായി മാറി. ഇതിന്റെ ബ്രാക്കറ്റ് കളഞ്ഞു, 2 മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് 30 കിട്ടി. പിന്നെ -2 അപ്പുറത്തേക്ക് എടുത്തു. കാരണം എന്താ? 2 കൊണ്ടുപോകണം, ഈ 2 കൊണ്ടുപോകണം. ഇതിന്റെ അടുത്ത 2 ആണ്. അപ്പൊ ആദ്യം ദൂരമുള്ള ആളെ കൊണ്ടുപോയി. ഓക്കെ, പിന്നെ ലാസ്റ്റില് ഈ അടുത്തുള്ള ആളെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇയാൾ കൂടെയുള്ള ആള്, ഇടത് ഭാഗത്തുള്ള ആള് വലത്തേക്ക് പോകുമ്പോൾ ഈ ഇടത് ഭാഗത്തിലെ ഈ എക്സിന്റെ ഇടത് ഭാഗത്തിലെ 2 അത് വലത് ഭാഗത്തേക്ക് പോകുമ്പോൾ /2 ആണ് ആവുക കേട്ടോ. ഓർമ്മിക്കണേ, എക്സിന്റെ മുമ്പിലുള്ള 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ ആണ് വരിക എപ്പോഴും. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് പൊതുവെ പ്രയാസമുള്ളത് കുട്ടികൾ പറയുന്നൊരു ചോദ്യമാണ്. അവിടെ എന്താണ് പ്രശ്നം? ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതിന് ഇതിന് // ആണ് ഉള്ളത്, ഇതിനുണ്ടായിട്ട ബൈ. ഇവിടെ ഇതിനും ബൈ ഉണ്ട്, ഇതിനും ബൈ ഉണ്ട്. അപ്പോ ആ ചോദ്യം ഞാൻ ഇവിടെ എഴുതാം. നോക്കൂ കുട്ടികളെ, x/2 - x/3, x/2 - /3 സമം 2. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് ഇതിന്റെ ഈ ഡിനോമിനേറ്റർ നമ്മൾ അങ്ങ് ഒഴിവാക്കണം. ഡിനോമിനേറ്റർ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ 2ന്റെ 3 പോകുന്ന ഏറ്റവും ചെറിയ നമ്പർ എത്ര നോക്കുക. 2നെ കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ, നമ്മളതിനെ LCM എന്നൊക്കെ പറയും. ഓക്കെ, 2ഉം 3ഉം പോകുന്ന ഏറ്റവും ചെറിയ നമ്പർ എത്രയാണ് വരിക? 2 3 പോകുന്ന ഏറ്റവും ചെറിയ നമ്പർ 3 എന്ന് പറയാൻ പറ്റില്ലല്ലോ. 3നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ എത്ര വരിക? 6. 6 ആയാൽ എന്താ? 6നെ 2 കൊണ്ട് ഹരിക്കാം, 6നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും, 6നെ 2 കൊണ്ടും ഹരിക്കാൻ പറ്റും, 6നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്? LCM എന്ന് പറയുന്നത്. ഓക്കെ, LCM എന്ന് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 2 നമ്പറും പോകുന്ന ഒരു നമ്പറിനെ കൊണ്ട്, ശ്രദ്ധിക്ക്, ഈ 2 നമ്പർ ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പറിനെ കൊണ്ട് ഇതിനെ ഫുൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 6 കിട്ടിയത്, ആ 6നെ കൊണ്ട് x/2 മൾട്ടിപ്ലൈ ചെയ്യാം, -6നെ കൊണ്ട് x/3 മൾട്ടിപ്ലൈ ചെയ്യാം, സമം 6നെ കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 6ൽ 2 എത്ര തവണ പോയി? 3 തവണ പോയി. 3 2 6 ആണല്ലോ. 6ൽ 3 എത്ര തവണ പോയി? 2 തവണ പോയി.
അങ്ങനെ പോകാൻ വേണ്ടി ഇത് രണ്ടും ക്യാൻസൽ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ എടുത്തത്. അപ്പൊ ഇവിടെ ബാക്കി എത്ര വരുന്നത് നോക്കിയാൽ 3x. 3 ഇൻറ്റു എക്സ് പറഞ്ഞാൽ അർത്ഥം അറിയണേ 3x എന്ന് ചുരുക്കി എഴുതാം. 3 ഇൻറ്റു എക്സിന് 3x മൈനസ് മൈനസിന്റെ 2 ഇൻറ്റു എക്സ് 2x സമം 6 2 നമുക്കറിയാം 6 to 12. കറക്റ്റ് അല്ലേ? ഇപ്പൊ 3x നിന്ന് 2x പോയാൽ എത്ര? 3x നിന്ന് 2x പോയാൽ 3 മാങ്ങയിൽ നിന്ന് 2 മാങ്ങ ഒരാൾ എടുത്തു. ബാക്കി അവിടെ എത്ര മാങ്ങ ഉണ്ടാവും? 1 മാങ്ങ ഉണ്ടാവും. മാങ്ങ പറഞ്ഞാൽ എക്സ്, 1 മാങ്ങ. നമുക്ക് എത്ര കിട്ടി? 12. 1x എന്ന് പറഞ്ഞാൽ അർത്ഥം എക്സ് തന്നെ. എക്സ് നമുക്ക് ഉത്തരം കിട്ടി 12 എന്ന് പറയുന്ന ഉത്തരം കിട്ടി. ഇനി ഇത് വെച്ചിട്ട് വെരിഫൈ ചെയ്യാം. എന്താണ് വരല്? എക്സിന് 12 കൊടുത്ത് നോക്കിയാൽ 12/2 മൈനസ് എക്സിന് 12 കൊടുത്താൽ 12/3. 12/2 പറഞ്ഞാൽ എത്ര? 6. 12/3 പറഞ്ഞാൽ എത്ര? 4. 6 4 പോയാൽ എത്ര? 2 തന്നെ എഴുതിയുള്ളൂ. കറക്റ്റ്. അപ്പൊ ആ ഉത്തരവും ശരിയാണെന്ന് കിട്ടി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സിന്റെ വില കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലങ്ങളിൽ പഠിച്ചു വെക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഒന്ന് എഴുതി മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. x/3 മൈനസ് x/5 ഈക്വൽ ടു equal to 8. ഞാൻ ഒന്നുകൂടെ തരാം. x/2 പ്ലസ് x/3 x/2 പ്ലസ് x/3 ഈക്വൽ ടു 20. ഇത് രണ്ടും നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കാണിക്കരുത്. നമ്മൾക്ക് പഠിക്കേണ്ട ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ മാത്സ്യൂൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മാത്സ്യൂളിലും ധാരാളം പഠിക്കാനുള്ള കാര്യങ്ങൾ അതിലുണ്ട്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ.